حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من العزم الأمور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മാർഗത്തിൽ അവൻ്റെ മതത്തിനു വേണ്ടി അവൻ്റെ കലിമത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ, അങ്ങനെ പണിയെടുക്കാതെ മാറിയിരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു പ്രത്യേകമായ പദവികൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇൻ്റെ 95-ാമത്തെ ആയത്തിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്ന മുഅ്മിനും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളൊന്നും ഏറ്റുവാങ്ങാത്ത മുഅ്മിനീങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് അല്ലാഹു സൂചിപ്പിച്ചു. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് ഇരിക്കുന്ന ആളുകൾ, ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ, ഗൈറു ഉലിൽ ദുറർ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ വിശ്വാസികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ആളുകളും, വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അൻഫുസിഹിം,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിന പ്രയത്നം ധനം കൊണ്ടും ശരീരം കൊണ്ടും നടത്തുന്ന ആളുകളും തമ്മിൽ ലാ യസ്തവി സമം ആവുകയില്ല. റബ്ബിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്ന പണിയെടുക്കുന്ന മുഅ്മിനും അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരാതെ പണിയെടുക്കാതെ ഒഴിഞ്ഞിരിക്കുന്ന മുഅ്മിനും രണ്ടുപേരും മുഅ്മിനാണെങ്കിലും ലാ യസ്തവി അവർ ഒരിക്കലും സമമാവുകയില്ല. ഫദ്ദലല്ലാഹുൽ മുജാഹിദീന ബി അംവാലിഹിം വ അൻഫുസിഹിം അലൽ ഖാഇദീന ദറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ മാർഗത്തിൽ ധനം കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്ന ആളുകൾ, പണിയെടുക്കുന്ന ആളുകൾ, അവരെ ഇരിക്കുന്നവരെക്കാൾ, അത്തരം കഷ്ടപ്പാടുകളിലൊന്നും ചെന്ന് പെടാതെ സ്വസ്ഥമായി മുഅ്മിനായി അള്ളാഹനെ ആരാധിച്ച് ജീവിക്കുന്നവരെക്കാൾ ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പണിയെടുക്കുന്നവർക്ക് നൽകിയിരിക്കുന്നു. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു നല്ലത് വാഗ്ദാനം ചെയ്യുന്നു. വഫദ്ദലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമ. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ടവന് അങ്ങനെ കഷ്ടപ്പെടാത്തവനേക്കാൾ മഹത്വപൂർണമായ പ്രതിഫലം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരായത്താണ്. സൂറത്തുൻ നിസാ 95-ാമത്തെ ആയത്താണ്. മുഅ്മിനീങ്ങളിലെ രണ്ട് കൂട്ടരെയാണ് അള്ളാഹു വിശദീകരിച്ചത്. ഒന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഥമമായിട്ടും ഖിതാല് തന്നെയാണ്, യുദ്ധം തന്നെയാണ്. നമുക്കിപ്പോൾ ജിഹാദ് എന്ന പദം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു മടിയാണ്. ഖിതാൽ എന്നാണ് ജിഹാദിലെ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ സ്ട്രഗിൾ അതിൽ വരുന്നത് ഖിതാൽ എന്നാണ്. ജിഹാദിലെ ഒന്നാമത്തെ പദവി ഖിതാലാണ്, യുദ്ധാണ്. യുദ്ധാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനും യുദ്ധം ചെയ്യാതിരിക്കുന്നവനും സമാവൂല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ശരീരവും ധനവും പടച്ചവന്റെ മാർഗത്തിൽ ത്യജിച്ചിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള മുഅ്മിനും അങ്ങനെ പുറപ്പെടാതെ സ്വസ്ഥമായി മാറി കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന മുഅ്മിനും സമമാവില്ല. കഷ്ടപ്പെട്ടവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അജ്റൻ അളീമ, അവന് പടച്ചവന് പ്രത്യേകമായിട്ടുള്ള പ്രതിഫലം കൊടുത്തു. അതുമാത്രമല്ല, വഫദ്ദലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീൻ, അങ്ങനെ സ്വസ്ഥമായി ജീവിച്ച് ഈമാനോടെ മരിച്ചവരെക്കാൾ ദറജകൾ അല്ലാഹു മറ്റേ കഷ്ടപ്പെട്ട ആളുകൾക്ക് ഉയർത്തി കൊടുക്കുകയും ചെയ്തു. അപ്പൊ ജിഹാദാണ് ഒരു മനുഷ്യന്റെ അവന്റെ ഈമാനികമായിട്ടുള്ള ദറജകളിലേക്ക് അവനെ കൊണ്ടുപോകണം. പടച്ചവന്റെ മാർഗത്തിൽ കഷ്ടപ്പെടണം. നമ്മളെ സംബന്ധിച്ച് ഖിതാലിന് നമുക്കൊരവസരമില്ല, ഖിതാലിന് നമുക്കൊരു മാർഗമില്ല. ഖിതാലിന്റെ സാധ്യതകളും രാഷ്ട്രീയവും നമ്മെ സംബന്ധിച്ച് വന്നിട്ടില്ല. പക്ഷേ ഈ കേവലം ജിഹാദ് എന്ന് പറഞ്ഞാൽ ഖിതാലിൽ ഒതുക്കണോ? വേണ്ട. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലുതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ സഹിക്കുന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ജിഹാദിൽ പെടും എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അൽ ഉബൂദിയ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ജിഹാദിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിച്ചു. പടച്ചവന്റെ മാർഗത്തിൽ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കാം, അതൊക്കെ ജിഹാദാണ്. അത് ചെറുതുണ്ടാകും വലുതുണ്ടാകും. അതിലേറ്റവും വലിയ ജിഹാദ് ഖിതാലാണ്, യുദ്ധമാണ്. അപ്പൊ നമ്മളെല്ലാം ജിഹാദ് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. പടച്ചവന്റെ മാർഗത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടവരാണ്, കഷ്ടപ്പെടേണ്ടവരാണ്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടവരാണ്. നമ്മൾ ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണ്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും നമ്മൾ? അൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവരായിരിക്കും, മാറി ഒഴിഞ്ഞു കുത്തിയിരിക്കുന്നവരായിരിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് പ്രയാസം അനുഭവിക്കണം, അവൻ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഈമാനിൻ്റെ വർധനവിനും ഈമാനിൻ്റെ അത്യുന്നതിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം ഏതെങ്കിലും ഒരു മാർഗത്തിൽ റബ്ബിന് വേണ്ടി, അവൻ്റെ ദീനിന് വേണ്ടി, അവൻ്റെ കലിമത്തിന് വേണ്ടി കഷ്ടനഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കണം, എടങ്ങറായിക്കൊണ്ടിരിക്കണം. മതം എന്ന് പറഞ്ഞാൽ അതാ, എടങ്ങറല്ലാത്തവന് മതമില്ല. അള്ളാഹുവിന് വേണ്ടി എടങ്ങേറാവാത്തവന് മതമില്ല. എടങ്ങറായിക്കൊണ്ടിരിക്കണം. വിശ്വാസികളെ പറ്റിയിട്ട് വിവിധ തരത്തിലുള്ള എടങ്ങേറുകൾ വിശ്വാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു. ഈ മതത്തിൽ നമ്മൾ തുടരണം എന്നുണ്ടെങ്കിൽ, ഈ മതത്തിന്റെ വക്താവായിട്ട് മരിക്കുന്നത് വരെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
സ്ട്രഗിൾ ചെയ്യാൻ നമ്മൾ വരണം. കുത്തുവാക്കുകളും ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാനുള്ള മാനസികാവസ്ഥയോടെ ആയിരിക്കണം ഈ മതത്തെ സ്വീകരിക്കേണ്ടത്. ഈ മതത്തെ സ്വീകരിക്കേണ്ടത്. ദീനുൽ ഇസ്ലാമിനെ ആരെങ്കിലും ഏറ്റെടുത്താൽ അവൻ ഇടങ്ങറാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ രൂപത്തിലുള്ള ഇടങ്ങേറിനെ പറ്റി, ഒരു വിശ്വാസി അനുഭവിക്കുന്ന വിവിധ രൂപത്തിലുള്ള ഇടങ്ങേറുകളെ പറ്റി അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു. അതാണ് ആമുഖമായി ഞാൻ ഓതി വെച്ചത്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലതുബ്ലുവന്ന ഫീ അംവാലികും വ അൻഫുസികും, നിങ്ങളുടെ സ്വന്തത്തിലും സ്വത്തുക്കളിലും ലതുബ്ലവുൻ, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വിശ്വാസിനോടല്ല പറയാ, നിന്റെ സ്വത്തിലും ശരീരത്തിലും ഒക്കെ നീ പരീക്ഷിക്കപ്പെടും. ലോകത്ത് വിശ്വാസികൾ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുക നമ്മൾ കാണാണ്. മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത് നമ്മൾ കാണാം. ലോകത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഫലസ്തീനിലെ ഗസയിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ലോകത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിൽ അവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഇപ്പൊ മറ്റു രാജ്യങ്ങളിലേക്ക്, മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് ആയുധങ്ങളുമായി യുദ്ധങ്ങളുമായിട്ട് മനസ്സാക്ഷിയില്ലാത്ത ആളുകൾ കടന്നു ചെല്ലുന്നത്. നമ്മൾ അത്ഭുതപ്പെടാം. ലോകത്ത് നീതി എന്ന് പറയുന്നത് ഇങ്ങനെ പരിഹസിക്കപ്പെടുക. നീതി എന്ന് പറയുന്നത് പരിഹസിക്കപ്പെടുക. ആരുടെ കാര്യത്തിൽ? മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ, വിശ്വാസികളുടെ കാര്യത്തിൽ, മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ. നീതി എന്ന് പറയുന്നത് ലോക സമൂഹം അതിനു നേരെ കൊഞ്ഞനം കുത്തുന്ന കാഴ്ച നമ്മൾ കാണാം. ഇന്നലെ ഇറാന്റെ മിസൈൽ ഇസ്രായേലിൽ വന്നു വീണപ്പോ അവിടെ ഒരു ഹോസ്പിറ്റലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചതിനെ പറ്റിയിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുൻപിൽ വന്ന് ഇസ്രായേലിന്റെ ആളുകൾ സംസാരിച്ചത് നമ്മൾ കേട്ടു. എന്താ പറഞ്ഞത്? യുദ്ധക്കുറ്റമാണ് ചെയ്തതെന്ന്. ആശുപത്രികൾക്കെതിരെ യുദ്ധ സാഹചര്യത്തിൽ ആക്രമണം ഉണ്ടാവുക എന്ന് പറയുന്നത് യുദ്ധക്കുറ്റമാണ് എന്നാ പറഞ്ഞത്. ജനീവ കരാറിൽ യുദ്ധക്കുറ്റമായി രേഖപ്പെടുത്തിയതാണെന്ന് ലോകത്ത് ഓർമ്മിപ്പിച്ചതാരാ? ഇസ്രായേലാ. ഗസയിലെ ക്യാൻസർ വാർഡുകളിൽ നിന്ന് പോലും രോഗികളെ മിസൈൽ ഷെല്ലാക്രമണങ്ങളിലൂടെ കൊന്നുകളഞ്ഞ് തള്ളിയ ആളുകൾ ഇപ്പൊ ലോകത്തോട് വിളിച്ചു പറയാൻ ചോദിക്കാനാളില്ലാത്ത സാഹചര്യം. ഞാൻ പറയുന്നത് വിശ്വാസികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർക്ക് പരീക്ഷണം ഉണ്ടാകും. അത് ശാരീരികമായ പരീക്ഷണമായിരിക്കും. എല്ലാ സമൂഹങ്ങളിലും നിങ്ങൾ ആലോചിക്കും. മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്താ? അവരെ ഉന്മൂലനം ചെയ്യാൻ, വംശഹത്യ നടത്താനുള്ള സാമൂഹിക സാഹചര്യങ്ങളാണ് ആളുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ, കേരളത്തിൽ പോലും മുസ്ലിം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അപകടകാരികളും ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്തവരുമാണ് എന്ന ചിന്ത പരത്തുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആൻ തുടർന്ന് പറഞ്ഞു, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റഖൂ അദൻ കസീറ. ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും അഹ്ലി കിതാബിൽ നിന്നും ധാരാളം കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അല്ലാഹു പറയാ, വിശ്വാസികളോട് പറയാ, നിങ്ങളിങ്ങനെ മുഅ്മിനായി മുസ്ലിമായിട്ട് സ്വർഗം കാത്തിരുന്നാൽ നിങ്ങൾക്ക് വരാനുള്ള എഫക്റ്റുകളെ പറ്റി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ലോകം മുഴുവൻ അഹ്ലി കിതാബ്, മുശ്രിക്കുകൾ അവർ ചേർന്ന് നിന്ന് നിങ്ങൾക്കെതിരെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ധാരാളം കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ക്ഷമിച്ചാൽ, നിങ്ങൾ സൂക്ഷ്മത വിടാതെ ജീവിച്ചാൽ അത് വലിയ ദൃഢമായ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കും. കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കും വിശ്വാസികൾ. ലോകത്തിന്റെ മുഴുവൻ മൂലകളിലും മുസ്ലിമായതിന്റെ പേരിൽ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് സ്വീകരിക്കാനുള്ള ആർജവവും ഈമാനും സ്വായത്തമാക്കണം. അതിനാ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സംസാരിച്ചത് എന്തിനാ? ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുമ്പോ അവൻ ആദ്യം ഉറപ്പിക്കേണ്ടത്, ഇനി എന്റെ ജീവിതം പ്രയാസകരമാകാൻ പോവുകയാണ്, ഞാൻ ഇടങ്ങേറാവാൻ പോവുകയാണ്, ഞാൻ ഒറ്റപ്പെടാൻ പോവുകയാണ്. ആളുകളിൽ നിന്ന് നിരന്തരമായ കുത്തുവാക്കുകൾ കേൾക്കും, അനീതികൾ കേൾക്കും. നമ്മളോട് ഡബിൾ സ്റ്റാൻഡ് ലോകം കൈക്കൊണ്ടിരിക്കും. ഡബിൾ സ്റ്റാൻഡ്, അത് നമ്മൾ കാണുന്നത്.
അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡബിൾ സ്റ്റാൻഡ് ലോകം മുസ്ലിം രാജ്യങ്ങളോട് സ്വീകരിക്കുന്നു, മുസ്ലിം സമൂഹത്തോട് സ്വീകരിക്കുന്നു. വ്യക്തമായി ഏത് മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിൽ ഇരട്ടത്താപ്പ്, നീതിയുടെ കാര്യത്തില് ഇരട്ടത്താപ്പ് മുസ്ലിം സൊസൈറ്റിയോട്, രാജ്യങ്ങളോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. നിർബാധം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2023 ഈ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഡബിൾ സ്റ്റാൻഡ് നമ്മൾ അവിടെ കണ്ടത്. നമ്മൾ വിചാരിച്ചു ഇസ്രായേലിൽ നിന്നാണ് ഡബിൾ സ്റ്റാൻഡ് വരിക, അമേരിക്കയിൽ നിന്നാണ് ഡബിൾ സ്റ്റാൻഡ് വരിക, നീതിയുടെ കാര്യത്തിലെ ഇരട്ടത്താപ്പ് യൂറോപ്പിൽ നിന്നാണ് വരിക എന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും വേണ്ട. ഈ കേരളത്തിൽ നമ്മൾ കണ്ടു. ആര് കണ്ടു? ഇവിടെ ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ കണ്ടു. അവരുടെ കാര്യം വന്നപ്പോ ഈ സ്ഫോടനം ഉണ്ടായപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അറസ്റ്റ് ചെയ്യപ്പെട്ടതാരാ? അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരാണ്. ഒരിക്കൽ കോടതിയിൽ നിന്ന് നിരപരാധികളാണ് എന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തുവിട്ട പാവങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെ കൊണ്ടുപോയി. ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഡൊമിനിക് മാർട്ടിൻ ഏറ്റെടുക്കുന്നത് വരെ ഈ കേരളത്തിൽ മുഴുവൻ മുസ്ലിം ഭീകരവാദത്തെ പറ്റി ചർച്ച ചെയ്തു. ഒരു മുസ്ലിം കുട്ടി അതിൽ ഇടപെട്ടിട്ടില്ല. ഒരു മെഴുകുതിരി അവിടെ കത്തിക്കാനുള്ള മരുന്ന് മുസ്ലിങ്ങൾ സംഭാവന ചെയ്തിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. ശരിക്കും മനസ്സിലാക്കണം, കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം UAPA ചുമത്തപ്പെട്ടിട്ടില്ല. ഇന്നും ഡൊമിനിക് മാർട്ടിനിന്റെ പിന്നിൽ ആരാണ്? അന്വേഷണം എല്ലാം കഴിഞ്ഞു. കാരണം മുസ്ലിം അല്ലല്ലോ. മുസ്ലിം ആണെങ്കിൽ ഇപ്പോ വിക്കിപീഡിയ ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. കളമശ്ശേരി ബോംബ് ബ്ലാസ്റ്റിംഗ് എന്ന് അടിച്ചു നോക്കിയാൽ അവിടെ ഇങ്ങനെ വിക്കിപീഡിയയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സംശയത്തിന്റെ പേരിൽ പോലീസ് ചില ചെറുപ്പക്കാരെ ചോദ്യം ചെയ്തിരുന്നു. ആരാ ചെറുപ്പക്കാര്? കേരളത്തിലെ മുസ്ലിമീങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ സംശയത്തിന്റെ പേരിൽ ആ ബോംബ് ബ്ലാസ്റ്റിങ്ങിന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. മുസ്ലിങ്ങൾ മാത്രമാണ് ഒരു 2-3 ദിവസം മുസ്ലിം സമുദായം, കേരളത്തിലെ മുസ്ലിം മുഖ്യധാര സംഘടനകൾ, കേരളത്തിലെ സാംസ്കാരിക മുസ്ലിം പക്ഷത്തുള്ള നായകന്മാർ മാപ്പ് പറയുകയായിരുന്നു, ക്ഷമ പറയുകയായിരുന്നു. അവരിൽ നിന്ന് ഒരു കുട്ടി പോലും പങ്കെടുക്കാത്ത കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം. ആ ഭീകരാക്രമണം ഇന്ന് ഭീകരാക്രമണം എന്ന് പറയില്ല. ഇന്ന് ഭീകരാക്രമണം എന്നതിനെ പറയില്ല. ദ ടൈംസ് ഓഫ് ഇന്ത്യ ഡൊമിനിക് മാർട്ടിൻ കുറ്റം ഏറ്റെടുത്തപ്പോ അവർ എഴുതിയത് എന്തറിയോ? ട്വിസ്റ്റ് ഇൻ ദ ടൈൽ, നോ ടെറർ ആംഗിൾ ഇൻ IED ബ്ലാസ്റ്റ് എന്ന് എഴുതിയത്. അതുവരെ ടെറർ ആംഗിൾ ആയിരുന്നു, ഭീകരവാദത്തിന്റെ ഭാഗമായിരുന്നു ആ ആക്രമണം. പിടിച്ചത് മാർട്ടിനെ ആയിപ്പോയി, മൻസൂറിനെ അല്ലാതായിപ്പോയി. മാർട്ടിനായതോടുകൂടി ട്വിസ്റ്റ് ഇൻ ദ ടൈൽ, കഥയിൽ മാറ്റം വന്നു, കഥയിൽ വഴിത്തിരിവ്. നോ ടെറർ ആംഗിൾ എന്നാ, ടെറർ ആംഗിൾ ഇല്ല എന്നാ. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ എഴുതാൻ, ഈ ഡബിൾ സ്റ്റാൻഡ് സ്വീകരിക്കാൻ, ഇത്ര മോശമായ ഈ നീതിയുടെ ഇരട്ടത്താപ്പ് സ്വീകരിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് പോലും സാധിക്കും. അതോടുകൂടി ഭീകരാക്രമണം അല്ലാതായി മാറി. ഒരു ചെറിയ പ്രശ്നം മാത്രമായിട്ട് അത് മാറി. അത് മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ ഭീകരാക്രമണങ്ങളായി. അതിന്റെ പുറകിൽ IS ഉണ്ടോ, അതിന്റെ പുറകിൽ അൽ-ഖായിദയുണ്ടോ, അതിന്റെ പുറകിൽ ഇന്ത്യൻ മുജാഹിദീൻ ഉണ്ടോ, അതിന്റെ പുറകിൽ ഏതെല്ലാം മതസംഘടനകളുണ്ട് എന്ന് അന്വേഷിക്കലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായ തേരോട്ടം ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കാണായിരുന്നു. പക്ഷേ ആളെ പേര് മാറി, ഡൊമിനിക് മാർട്ടിനായി. അതോടുകൂടി അവിടെ അവസാനിച്ചു ആ വിവാദം. അതിന്റെ പുറകിൽ ആളുണ്ടോ? അന്വേഷണം നടന്നിട്ടില്ല, നടത്താൻ പോലീസ് താല്പര്യപ്പെടുന്നില്ല. അതിന്റെ യഥാർത്ഥത്തിലെ കാരണം എന്താണ് നമുക്കറിയില്ല. എന്താണ് ഡൊമിനിക് മാർട്ടിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? അയാൾ ഏത് വകുപ്പ് അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? അയാൾ കേരളത്തിലെ ഭീകരാക്രമണം നടത്തിയ ആളാണോ അല്ലേ? കേരളത്തിലെ ഗവൺമെന്റ് പോലും പറയില്ല. കാരണം എന്താ? കഴിഞ്ഞു. മുസ്ലിം ആവണം ടെററിസ്റ്റ് ആവണമെങ്കിൽ. ഇസ്ലാമിനാണ് ടെററിസത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. ക്രിസ്ത്യാനിയിൽ നിന്ന് ടെററിസം വരില്ല, ഹിന്ദുവിൽ നിന്ന് ടെററിസം വരില്ല എന്ന ഒരു പൊതുബോധം ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്.
കേരളത്തിൽ പോലും ഡബിൾ സ്റ്റാൻഡ് നമ്മൾ അനുഭവിക്കും. ലോകത്ത് നമ്മൾ കാണാം, ഗസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഒരു തെരുവ് നായയുടെ വിലയില്ലാതെ കൊന്നു തള്ളുമ്പോ നമ്മൾ മനസ്സിലാക്കാൻ ലോകം നോക്കി നിൽക്കുക. ഭക്ഷണമില്ലാത്ത മനുഷ്യന്മാർക്ക് ഭക്ഷണം എയ്ഡായി കൊടുക്കുന്ന, അതിന് ക്യൂ നിൽക്കുന്ന ആ മനുഷ്യരെ വായോ ഭക്ഷണം തരാം എന്ന് വിളിച്ച് ക്യൂ നിർത്തിയിട്ട്, ഭക്ഷണ പൊതികൾക്ക് മുമ്പിൽ നിർത്തിയിട്ട് അവരുടെ തലയിലേക്ക് പീരങ്കി കൊണ്ട് പിന്നെ ആയുധം എഴുതുമ്പോ തല ചിന്നിച്ചതറി കിടക്കാണ് ഗസയിൽ. ആരാണ് അവരെന്നറിയോ? ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ക്യൂ നിന്നോരാ, അത് കിട്ടാൻ വേണ്ടിയിട്ട് വിശന്നിട്ട് മാസങ്ങളായി പട്ടിണി കിടന്നിട്ട് അതിന്റെ മുമ്പിൽ വന്ന് നിന്നതാണ്. അവരെ നോക്കി അവരുടെ തലക്ക് മുകളിൽ പീരങ്കി കൊണ്ട് അവരുടെ തലക്ക് മുകളിൽ വെടിയുതിർത്തിട്ട് അവരാണെന്ന് ഇറാന്റെ നേരെ നോക്കിയിട്ട് പറയുന്നത് അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കണം, ജനീവ കരാറ് പാലിക്കണം ഇറാൻ എന്ന് ആവശ്യപ്പെടുകയാണ്. ലോകം ഈ ഡബിൾ സ്റ്റാൻഡ് നോക്കി നിൽക്കാണ്. ആർക്കുമൊന്നും പറയാനില്ല, ആർക്കുമൊന്നും ചെയ്യാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇത്തരം കഠിനമായ നിമിഷങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, രാഷ്ട്രീയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും, നിങ്ങളുടെ ജീവിതം കടന്നു പോകും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, കിതാബ് നിങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ടവർ, അഹ്ലു കിതാബ്, യഹൂദ വന്നസാറ, യഹൂദന്മാരും നസാറാക്കളും, അവരിൽ നിന്ന് നിങ്ങൾ ധാരാളം കേൾക്കും. വമിനല്ലദീന അശ്റഖൂ, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും, മുശ്രിക്കുകളായിട്ടുള്ള മനുഷ്യ വിഭാഗത്തിൽ നിന്നും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അദൻ കസീറ, ധാരാളം കുത്തുവാക്കുകൾ, നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ധാരാളം കുത്തുവാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. ലോകം നിങ്ങളെ പഴിച്ചുകൊണ്ടേയിരിക്കും. ലോകം നിങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നശിക്കണമെന്ന് ലോകമാർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അഹ്ലു കിതാബും പറഞ്ഞുകൊണ്ടിരിക്കും, മുശ്രിക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ മുശ്രിക്കുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. നിങ്ങൾ അറിയോ, കേരളത്തിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ പറ്റി ആദ്യോടുകൂടി ഡിസ്കഷൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? മുസ്ലിം സമുദായത്തിന്റെ അല്ലാതെ. ഇവിടെ ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ കൂടി ചർച്ചയുണ്ടോ? ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കൂടി ചർച്ചയുണ്ടോ? ദളിത് പോപ്പുലേഷൻ കൂടി ചർച്ചയുണ്ടോ? ഈ കേരളത്തിൽ രണ്ട് വിഭാഗത്തിന്റെ പോപ്പുലേഷനാ ചർച്ച, വംശവർദ്ധനവാ ചർച്ച. ഒന്ന്, തെരുവ് പട്ടികളുടെ വർദ്ധനവ്, കേരളത്തിലെ ചർച്ച. തെരുവ് പട്ടികൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച. രണ്ടാമത്തത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുക, തെരുവ് പട്ടികൾ വർദ്ധിക്കുക. ഇത് രണ്ടും സാമൂഹിക ദുരന്തമായി കാണുന്ന ഒരു സൊസൈറ്റിയാണ് കേരളത്തിൻ്റെത്. അതാണ് ഞാൻ പറയുന്നത്. ധാരാളം അല്ലാഹു പറഞ്ഞല്ലോ, നിങ്ങൾ മുസ്ലിം ആവാണോ, നിങ്ങൾ ഇത് ഉൾക്കൊണ്ടിട്ട് വന്നോളണം. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, പീഡനങ്ങൾ കേൾക്കേണ്ടി വരും, മർദ്ദനങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകും. നിങ്ങൾ അതൻ കസീറ, ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ നീതി, ഇരട്ടത്താപ്പ് അവിടെ കാണേണ്ടി വരും. അതൊക്കെ അനുഭവിച്ചിട്ട് വേണം മുസ്ലിമായിട്ട് നിൽക്കാൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞെന്തറിയോ? അല്ലാഹു പറഞ്ഞത് വഇൻ തസ്ബിറു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ സബർ പിടിച്ചോളണം, ക്ഷമ മുറുകെ പിടിച്ചോളണം. വതത്തഖു, നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചോളണം. നിങ്ങൾ എത്ര പീഡിപ്പിക്കപ്പെടുന്നുവോ അത്രയും സൂക്ഷ്മതയുള്ളവരായിട്ട് മാറണം, അത്രയും അല്ലാഹുവിനെ പേടിക്കുന്നവരാകണം, അത്രയും അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ പാലിക്കുന്നവരാകണം. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയമായിട്ടും അത് ദൃഢമായി സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അറിയിക്കും. നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാതും അനുഭവിച്ച് ഇങ്ങനെ നടക്കണം എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പരിഹാരങ്ങൾ ഉണ്ടാക്കരുത് എന്നല്ല. ആളുകൾ അങ്ങനെ വിചാരിച്ചേ. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞാൽ കിട്ടുന്ന അടി വാങ്ങിയിരുന്നോളണം എന്നല്ല. കിട്ടുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും പാർശ്വവൽക്കരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടൊന്നും ഇണ്ടാതെ തുടർന്ന് ജീവിക്കണം എന്നല്ല. നിങ്ങൾ പരിഹാരം കാണണം. പക്ഷെ ആ പരിഹാരം സബറിനെ ലംഘിക്കുന്നതാവരുത്. അതാണ് പരിഹാരം.
സബറിനെ ലംഘിക്കുന്നതാകരുത്. അള്ളാഹു കണ്ടീഷൻ വെച്ചു, നിങ്ങൾ എന്ത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നിങ്ങൾ പ്രതികരിക്കുന്നത് സബറിനെതിരാകരുത്, തഖ്വക്കെതിരാകരുത്. ഇതാണ് അള്ളാന്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ പാലിച്ച് നിങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ സബറും തഖ്വയും ശരിക്കും മനസ്സിലാക്കിക്കോ, സബറും തഖ്വയും, ആ സബറും തഖ്വയും മുറുകെ പിടിച്ചിട്ടാണ് നിങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം ആകാശത്ത് നിന്നിറങ്ങും. അതല്ല നിങ്ങൾ ഗളബാണ്, സബറിന് പകരം കോപമാണ്, വികാരമാണ് എങ്കിൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവൂല. തഖ്വക്ക് പകരം ദുഷ്ടത നിങ്ങൾ കൊണ്ടുവന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. വിശ്വാസികൾ അള്ളാഹ് സഹായിക്കണമെങ്കിൽ അവർ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ സബറും തഖ്വക്കും പോറലേൽക്കാത്ത, സബറിനും തഖ്വക്കും ക്ഷമക്കും സൂക്ഷ്മതക്കും പോറലേൽക്കാത്ത പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള പോംവഴികൾ ആ രണ്ട് കാര്യങ്ങൾക്കും പോറലേൽക്കാതെ അവർ കണ്ടെത്തണം. അപ്പോഴേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയുള്ളൂ. വിശ്വാസികൾ വൈകാരികമായി പോകാൻ പാടില്ല. വൈകാരികമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആശാരംഭിച്ചു. വികാരത്തിന്റെ പ്രത്യേകത എന്താ? വികാരം ആദ്യം തകർക്കുന്നത് സബറിനെയാണ്. വികാരം ആദ്യം തകർക്കുക സബറിനെയാണ്. ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടോ? ഒരു പ്രശ്നത്തിൽ, മുസ്ലിം പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുന്നത് വൈകാരികമാണെങ്കിൽ ആവേശപരമാണെങ്കിൽ അവിടെ ആദ്യം തകര സബറാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് അള്ളാഹ് പറഞ്ഞ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ, നീതിക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ സബറും പോയി, തഖ്വയും പോയി. പിന്നെ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. ആ നമ്മളെപ്പറ്റി മറ്റുള്ള ആളുകൾ എന്തെല്ലാം അപവാദങ്ങളാണോ പറയാൻ ഉദ്ദേശിച്ചത് അത് സൊസൈറ്റിയുടെ പൊതുബോധമായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങൾ അതാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പൊതുബോധത്തെ നിർമ്മിക്കാനാണ്. ഉടച്ചു വാർത്ത് നിർമ്മിക്കണം. പുതിയ തലമുറ പൊതുബോധത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെ പരമാവധി നിരീക്ഷിക്കണം. എങ്ങനെയാണ് പൊതുബോധം, മുസ്ലിം വിരുദ്ധമായ പൊതുബോധത്തെ തകർത്ത് മുസ്ലിം അനുകൂലമായ പൊതുബോധം ഉണ്ടാക്കുക. അതിന് എടുത്തു ചാടിയിട്ട് കാര്യമില്ല, അതിന് ബോംബിടെറിഞ്ഞിട്ട് കാര്യമില്ല, കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, അക്രമാസക്തമായ യുദ്ധാത്മകമായ സാമൂഹിക അന്തരീക്ഷങ്ങൾ നിർമ്മിച്ചിട്ട് കാര്യമില്ല. ആ നിർമ്മിതിയൊക്കെ നേരെ എതിരായ റിസൾട്ടാണ് ഈ സൊസൈറ്റി കൊണ്ടുവരിക. മറിച്ച് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് മുസ്ലിം കേരളത്തിന്റെ, ലോകത്തിന്റെ, ഇന്ത്യയുടെ പൊതുബോധത്തെ നിയന്ത്രിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് അവർ വരണം. അതിനെന്ത് വേണം? മീഡിയയെ പോലെ, എഡ്യൂക്കേഷനെ പോലെ, അക്കാദമിയെ പോലെ, ഉദ്യോഗ ഭരണ മേഖലകളെ പോലെ, അതുപോലെ സോഫ്റ്റ് പവറുകളെ പോലെയുള്ള കാര്യങ്ങൾ മുസ്ലിം സൊസൈറ്റി അത് ഫോക്കസ് ചെയ്യുകയും അവിടേക്ക് വളർന്നു വരികയും ചെയ്യണം. അത് പറയുമ്പോൾ നമ്മൾ ആളുകൾക്ക് പരിഹാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലല്ല ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ RSS എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ RSSന്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വെറുക്കപ്പെട്ട ഒരു സംഘടനയായി, നിരോധിക്കപ്പെട്ട ഒരു സംഘമായി, ഗാന്ധി വധത്തിൽ പോലും സംശയിക്കപ്പെട്ട് ഈ ഇന്ത്യയിലെ ഒരു ത്രെഡായി അതിനെ കണ്ട് മാറ്റി നിർത്തിയ ഇന്ത്യൻ ജനത ഇന്ന് RSSുമായിട്ടുള്ള ബന്ധം എന്താണ്? RSS സാമൂഹിക അന്തരീക്ഷം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി. സ്വാതന്ത്ര്യം നേടിയ ഒരു 100 കൊല്ലമാകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിൻ്റെ അകത്തേക്ക് മുസ്ലിം വിരോധം കടത്തിക്കൂട്ടുവാൻ RSSന് കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇത് നെഗറ്റീവായ ഒരു കാര്യമാണ്. പക്ഷേ കൃത്യമായിട്ട് അവർ പണിയെടുത്തു. ആ പണിക്കുള്ള റിസൾട്ടാണ്, തെറ്റാവട്ടെ ശരിയാവട്ടെ, ഇന്ന് നമ്മൾ കാണുന്നത്. നമുക്ക് പ്ലാൻ ഉണ്ടോ? ഒരു 2050 മുസ്ലിം സൊസൈറ്റി എങ്ങനെയായിരിക്കണം, പുതിയ തലമുറ എങ്ങനെയായിരിക്കണം? നമുക്ക് പ്ലാൻ ഉണ്ടോ? നമുക്ക് പ്രവർത്തനമുണ്ടോ? ഒന്നുമില്ല. നമ്മളിങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിച്ചു പോവാ. നമ്മൾ പൊതുബോധത്തെ സ്വാധീനിക്കണം. പൊതുബോധത്തെ നിർമ്മിക്കുന്നവർ മുസ്ലിങ്ങളായി മാറണം.
പൊതുബോധത്തെ ഉണ്ടാക്കുന്നവർ നമ്മളായിട്ട് മാറണം. ആരാ പൊതുബോധം ഉണ്ടാക്കുന്നത്? അങ്ങാടിയിൽ സമരം ചെയ്ത് കല്ലെറിഞ്ഞ് ആളുകളുമായി കലഹിച്ച് ബോംബ് സ്ഫോടനം നടത്തി തീവ്രവാദ പ്രവർത്തനം നടത്തിയവനാണോ പൊതുബോധം നിർമ്മിക്കാൻ പോകുന്നത്? അവൻ മുസ്ലിം സൊസൈറ്റിക്കെതിരെയുള്ള പൊതുബോധം നിർമ്മിച്ചു കൊടുക്കും. മുസ്ലിം സൊസൈറ്റിക്കെതിരെയുള്ള പൊതുബോധം നിർമ്മിക്കും. പൊതുബോധം നിർമ്മിക്കണമെങ്കിൽ ആര് വേണം? വിദ്യാഭ്യാസ മേഖലയെ കൈകാര്യം ചെയ്യുന്നവന് വേണം, അക്കാദമി രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവന് വേണം, പബ്ലിക് സർവീസുകൾ കൈകാര്യം ചെയ്യുന്നവന് വേണം, ഉദ്യോഗ ഭരണ സംവിധാനങ്ങൾ, സോഫ്റ്റ് പവറുകൾ, ഡിപ്ലോമാറ്റിക് കൾച്ചറൽ മേഖലകളെ കൈകാര്യം ചെയ്യുന്നവനാകണം. അവനാണ് പൊതുബോധം നിർമ്മിക്കുന്നത്. കേരളത്തിലെ ഒരു 10% വരുന്നവരാണ് 90% പൊതുബോധ നിർമ്മിതി സംവിധാനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന പണി എന്താ? നമ്മൾ ചെയ്യുന്ന പണി ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ ശത്രുക്കളുടെ ട്രാപ്പിൽ വീണു പോവാണ്. മുസ്ലിങ്ങളുടെ പ്രശ്നം ഇതാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ട്രാപ്പിൽ വീഴുക. ഇങ്ങനെ ഒരു നിർമ്മിതി നടത്തി ആത്മാഭിമാനത്തോടെ ഇസ്ലാമിനെ സ്വീകരിച്ച് പുതിയ തലമുറയെ കൃത്യമായ ഫോക്കസോട് കൂടി വളർത്തിക്കൊണ്ടുവരേണ്ടതിന് പകരം ഇസ്ലാം വിമർശകർ എന്ന് പറഞ്ഞോ, അപ്പൊ ഇസ്ലാമിനെ ആ വിമർശകർക്കൊപ്പിച്ച് വളച്ചൊടിക്കുന്ന പണിയിലാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ കാര്യമായ പണി എന്താ? യുക്തിവാദികളും ഫെമിനിസ്റ്റുകളും എത്തിസ്റ്റുകളും ഒക്കെ ഇസ്ലാമിനെതിരെ നടത്തുന്ന വിമർശനം ഉണ്ടല്ലോ, ആ വിമർശനങ്ങളെ സത്യപ്പെടുത്താം. കാര്യമായ പണിയതാ. ആ വിമർശനങ്ങൾ തെറ്റാണ്, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, പക്ഷെ നടന്നിട്ടില്ല, ഇങ്ങനെ പറയല പണി. നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, പക്ഷെ നടന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു. ആയിഷ ബീവിയുടെ വിവാഹപ്രായമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്താ? ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് ഏത് സമയത്താ? 18 വയസ്സായിട്ടുണ്ടെന്നാണ് ആ വീഡിയോ പറഞ്ഞത്. അല്ല, ആയിഷ ബീവിയുടെ വിവാഹം നടന്നത് 6 വയസ്സിലും അല്ലെങ്കിൽ 7 വയസ്സിലും ആയിഷ ബീവി റസൂലിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് 9 വയസ്സിലാണ് എന്ന് ആരാ പഠിപ്പിച്ചത്? ആയിഷ റളിയല്ലാഹു പഠിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാല, ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, അവർ പറഞ്ഞു, തസബ്ബജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅനാ ബിൻതു 60 വദഖല അലയ്യ വഅനാ ബിൻതു 90. ഞാൻ റസൂലുള്ള എന്നെ നിക്കാഹ് കഴിക്കുന്നത് ഞാൻ 6 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കുമ്പോഴാണ്. വദഖല അലയ്യ, അദ്ദേഹം എൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചത് അഥവാ വീട് കൂടിയത് വഅനാ ബിൻതു 90 സിനീൻ, എനിക്ക് പിന്നെ 9 വയസ്സുള്ളപ്പോഴാണ്. വകുന്തു അൽഅബു ബിൽ ബനാത്ത്, ഞാൻ ആ സമയം പാവ കളിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞത്. 9 വയസ്സുള്ളപ്പോൾ ആയിഷ ബീവിയുടെ കയ്യിൽ പാവ ഉണ്ടായിരുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി കുടുംബജീവിതം ആരംഭിച്ചത്. നമ്മളിത് കേൾക്കുമ്പോൾ മാപ്പ് പറയാണ്, ലോകത്തിനോട് നമ്മൾ കൈകൂപ്പാണ്. അല്ല, ആയിഷ ബീവി അങ്ങനെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടില്ല. റസൂലുള്ള കഴിച്ചത് 18 വയസ്സിലാണ്. അഭിനവ ചേകന്നൂരി പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് അതാ, 18 വയസ്സിലാണ്. അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്തു? 18 വയസ്സാക്കാൻ വേണ്ടി ഈ റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരിയെ കള്ളനാക്കി. ഈ റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസുകളെ മുഴുവൻ കള്ളനാക്കി. കാരണം എന്താ? സകല ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ആയിഷ ബീവി തന്നെ പറയാണ് 9 വയസ്സുള്ളപ്പോഴാണ് നബി എന്നെ കല്യാണം കഴിച്ചത്. അല്ല എന്നാ നമ്മൾ പറയുന്നത്. അല്ല എന്ന് പറയാൻ ഹദീസ് ഗ്രന്ഥങ്ങളെ മുഴുവൻ കളവാക്കി, മുഹദ്ദിസുകളെ മുഴുവൻ കള്ളനാക്കി മാറ്റി. എന്നിട്ട് നമ്മൾ പ്രതിരോധിക്കണത്. ഇങ്ങനെയാണോ ഇത് പ്രതിരോധിക്കേണ്ടത്? ഇതിലെന്താ പ്രതിരോധിക്കാനുള്ളത്? ഇവിടെ തലനരച്ച ആളുകളുണ്ടല്ലോ, അവരെ വാപ്പ കെട്ടുമ്പോ അവരുമ്മാനെ കെട്ടുമ്പോ എത്ര വയസ്സുണ്ട്? ഒന്ന് ആലോചിക്ക്. ഇവിടെ തലനരച്ചവരിക്കണ്ടല്ലോ, അവരെ വാപ്പാരും വല്ലിപ്പാരും ഈ കേരളത്തിൽ കല്യാണം കഴിക്കുമ്പോ അവരുടെ ഭാര്യമാർക്ക് എത്ര വയസ്സുണ്ടായി? 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സിന് മേലേക്ക് പോയിട്ടുണ്ടോ? ഇതൊരു സൊസൈറ്റിയുടെ ജീവിതമായിരുന്നു. ഇപ്പോഴല്ലേ 18 വയസ്സ്. ഇന്നും യൂറോപ്പിൽ പല രാജ്യങ്ങളിലും 15 വയസ്സ് പാരന്റ്സിന്റെ കൺസേൺ ഉണ്ടെങ്കിൽ 15 വയസ്സിൽ വിവാഹം കഴിക്കാനുള്ള നിയമ സംവിധാനമുണ്ട്. കേരളത്തിൽ ഇവരെ കണ്ടെത്തി 18 വയസ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം ഒരു 18 വയസ്സ് കണ്ടെത്തി. 18ന്റെ താഴെയുള്ള
18 താഴെയുള്ള വിവാഹങ്ങളെ ചരിത്രത്തിൽ നിന്ന് 1400 വർഷം അപ്പുറമുള്ള സമൂഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് ഈ 2025 പിന്നെ നിയമ സംവിധാനങ്ങളിൽ ആ ചരിത്രത്തെ കൊണ്ടുവെക്കുക, എന്നിട്ട് അളക്കുക. നിങ്ങൾ ആലോചിച്ചതൊക്കെ എന്ത് പൊതുബോധമാണ്. ഇതിനെ ഒപ്പിച്ച് നമ്മൾ നിന്നുകൊടുക്കുക. നമ്മളും പറയാ ഇല്ല, 9 വയസ്സിൽ വിവാഹം നടന്നിട്ടില്ല, 18 വയസ്സിലാണ് നടന്നത്. 9 വയസ്സെന്ന് പറഞ്ഞാൽ ആ ഹദീസ് ഗ്രന്ഥങ്ങളെ മുഴുവൻ തള്ള, അതിലെ പണ്ഡിതന്മാരെ കള്ളനാക്കുക. ഈ പണിയപ്പോൾ കാര്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അടിയറവ് പറയാന്ന് പറഞ്ഞു. അടിയറവ് പറയാന്ന് പറയുന്നത് ഇന്നത്തെ വിമർശകന്മാരുടെ വല്ലിപ്പമാർ അവർ ചെയ്ത പണിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൂ. അവർ ചെയ്ത പണിയെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, പൗരാണികമായ ഏത് രേഖയിലാണ് 18 വയസ്സുള്ളത്? 18 വയസ്സ് ഏത് രേഖയിലാണ് ഉള്ളത്? 18 വയസ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ആധുനിക സൊസൈറ്റി, ഇന്ത്യയിലെ ആധുനിക സൊസൈറ്റി സ്വീകരിച്ച ഒരു വിവാഹപ്രായത്തിന്റെ മാനദണ്ഡം. വേറെ സൊസൈറ്റികൾ വേറെയാണ്. 21 ഉള്ളതുണ്ട്, 21 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ പറയും 19 വയസ്സിൽ വിവാഹം കഴിച്ചാൽ ബാലികാ പീഡനം. 21 വയസ്സുള്ളവർ. ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ എന്താ മാനദണ്ഡം? ഓരോ സൊസൈറ്റിക്ക് ഓരോ മാനദണ്ഡം, ഓരോ കാലഘട്ടത്തിന് ഓരോ മാനദണ്ഡം. ആയിഷ ബീവിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ ആലോചന പോകുന്ന സമയത്ത് ആയിഷ ബീവിയുടെ വിവാഹം ഉറപ്പിച്ചിട്ടിരിക്കുക. മുത്ഇം ആസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മകനുമായിട്ട് ആയിഷ ബീവിയുടെ നിക്കാഹ് ഉറപ്പിച്ചിട്ടിരിക്കുക. അന്നത്തെ സമൂഹത്തിന്റെ നീതി അനുസരിച്ച്, അന്നത്തെ സമൂഹത്തിന്റെ പിന്നെ ആദത്തനുസരിച്ച് വിവാഹം കഴിക്കാനുള്ള പ്രായമായി. ആയിഷ ബീവിയുടെ വിവാഹം ആലോചിച്ച് ഖൗല ബിൻത് ഹക്കം അവർ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറയാണ്, നബിയുടെ ആലോചന വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി, സന്തോഷമായി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു, പക്ഷേ ഞാൻ വാക്കുകൊടുത്തു പോയി, ആയിഷയുടെ വിവാഹം മുത്ഇം ബിൻ ആസിന്റെ മകനുമായിട്ട് നടത്താമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. അവരോട് ഞാൻ സമ്മതം ചോദിക്കട്ടെ, അവർക്ക് സമ്മതാണെങ്കിലേ എനിക്ക് വാക്ക് മാറ്റാൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഖൗല ബിൻത് ഹക്കം വിഷമിച്ചു പോയി. കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വാക്ക് കൊടുത്താൽ പിന്നെ പിന്മാറുന്ന പ്രകൃതക്കാരനല്ല, വഞ്ചിക്കുന്ന ആളല്ല. അവർ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുത്ഇം ബിൻ ആസിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോ അവരൊഴിഞ്ഞു താങ്കൾ പുതുമതം സ്വീകരിച്ച് നടക്കുക, താങ്കളുടെ മകൾ പുതുമതം സ്വീകരിച്ച് നടക്കുക, അങ്ങനത്തെ ഒരാളുമായി നിക്കാഹ് നടത്താൻ ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, നിശ്ചയം നിങ്ങൾ ഒഴിഞ്ഞല്ലോ, നിങ്ങൾ പിന്മാറിയല്ലോ, എനിക്ക് പോകാമല്ലോ? അതേ പോകാം, ഞങ്ങൾ പിന്മാറിയിരിക്കുന്നു. ആരെ കല്യാണം? ആയിഷ ബീവിന്റെ കല്യാണം. തിരിച്ചു പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന് കരാർ കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ സൊസൈറ്റീൻ്റെ വിവാഹപ്രായ സങ്കല്പം അനുസരിച്ച് ആയിട്ടുണ്ട് വിവാഹം കഴിക്കാനുള്ളത്, ആയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വല്യമ്മാനെ കെട്ടിയ പ്രായം നോക്കിയാൽ തീരുന്ന ചർച്ചയാണിത്, തീരുന്ന ചർച്ചയാണ്. അതിനാണ് അടിയറവ് പറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങൾ നിഷേധിച്ച് ആളുകളെ മുഴുവൻ പിന്നെ നിഷേധിച്ചും കള്ളനാക്കിയിട്ടൊക്കെ ഇസ്ലാമിനെ പുതുക്കി പണിയാ. ഈ പണിക്ക് നമ്മൾ നിൽക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ച പണി മാത്രം നമ്മൾ എടുത്താൽ മതി. റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചവന് പീഡനങ്ങളും പ്രയാസങ്ങളും ഏറെ അനുഭവിക്കാനുണ്ട്, കുത്തുവാക്കുകൾ കേൾക്കാനുണ്ട്, അവനെതിരെ ലോകം തിരിയാനുണ്ട്, അവനോട് അനീതി കാണിക്കപ്പെടാനുണ്ട്, എല്ലാവിധത്തിലും അസഹ്യമായിട്ടുള്ള യാതനകളും പീഡനങ്ങളും അവനെ തേടി വരാനുണ്ട്. അത് തേടി വരുമ്പോൾ അവൻ സ്ട്രോങ് ആവും. അത് തേടി വരുമ്പോ അവൻ സബറുള്ളവനാകും, അവൻ തഖ്വയുള്ളവനാകും. അതാണ് ഈമാനിന്റെ പ്രത്യേകത. ഈമാനിന്റെ പ്രത്യേകത. ആ പ്രത്യേകത നിലനിർത്തുന്ന ആളുകൾ മാത്രമേ ഈ മതത്തിൽ നിലന്നു പോകൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് പോകും. അവരപ്പോൾ ആയിഷ ബീബിന്റെ വിവാഹപ്രായം തിരുത്താൻ നിൽക്കും. അത് തിരുത്താൻ വേണ്ടി ഇമാം ബുഖാരിയെ കള്ളൻ എന്ന് വിളിക്കും. അത് തിരുത്താൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളൻ എന്ന് വിളിക്കും. അങ്ങനെ ഈ സബറിൽ നിന്നും തഖ്വയിൽ നിന്നും അവർ പുറത്തുപോയി എന്താണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആഗ്രഹിച്ചത് ആ ട്രാപ്പിൽ തല വെച്ചു കൊടുക്കും അവർ. വിശ്വാസികൾ അതിന് നിൽക്കില്ല. വിശ്വാസികൾ എടുക്കേണ്ട പണി വ്യവസ്ഥാപിതമായിട്ട് നേരെ ചൊവ്വെ വികാരങ്ങൾക്കും സൂക്ഷ്മതക്കുറവുകൾക്കും മുകളിൽ നിന്നുകൊണ്ട് പിന്നെ സബറിന്റെയും തഖ്വയുടെയും അകമ്പടിയോടെ അവരെടുക്കേണ്ട പണി അവരെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പണിയെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.